അല്ല, ഇത് ആരാണ് വിളിക്കണത്? ഹലോ ഹലോ ഹലോ. ഓ, ആരും വിളിക്കണില്ല തോന്നണല്ലോ. പിന്നെ ആരാണ് ശബ്ദം ഉണ്ടാക്കി? പിറകിലേക്ക് നോക്ക്. ആരാത്? നിങ്ങൾ എന്താ ഇങ്ങനെ ഇത്ര നേരമായിട്ട് എന്നുള്ള ശബ്ദം ഉണ്ടാക്കി കളിച്ചേരുന്നേ? അല്ല, നിങ്ങൾ ആരാ? ഞാനാണ് ദി മെജീഷ്യൻ, മാന്ത്രികൻ. മാന്ത്രികനോ? ഒന്നും കൂടി പറഞ്ഞേ. അല്ല, ഇനിയിപ്പോ ഇത് സ്വപ്നാണോ? നുള്ളി നോക്കട്ടെ ഞാൻ. അല്ലല്ലോ. അല്ല, നിങ്ങളിപ്പോ ആരെങ്കിലും വേഷം കെട്ടി എന്നെ കളിപ്പിക്കാൻ വേണ്ടി വരികയാണോ? അല്ലല്ല, ഇതെന്റെ യഥാർത്ഥ രൂപമാണ്. അല്ല, നിങ്ങളെന്താ ഇങ്ങനെ അച്ചടി ഭാഷ പോലെ വർത്താനം പറയുന്നേ? പിന്നെ മാന്ത്രികൻ നിന്നെ പോലെ വായ തോരാതെ വർത്താനം പറയില്ല. ശരി ശരി. അല്ല, താങ്കൾക്ക് അയ്യോ സോറി, മാന്ത്രികനെ ഇപ്പൊ എന്താ വേണ്ടത്? നീയാണ് എന്റെ അടുത്ത പിൻഗാമി. അതിനാൽ തന്നെ ഇനി മുതൽ ഞാൻ പറയുന്ന പ്രവൃത്തികളെല്ലാം നീ ചെയ്യേണ്ടി വരും. എന്ത്? നീ പറയുന്ന പ്രവൃത്തി ഞാൻ ചെയ്യേ? അതെന്തിനാണ്? ഞാൻ നിന്റെ പിൻഗാമിയോ? അതെ, ഞാൻ നന്മയുടെ പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു മാന്ത്രികനാണ്. നന്മ എവിടെയുണ്ടോ അവിടെ ഞാനുണ്ട്. ഇനി മുതൽ ഞാൻ കുറച്ചു കാലത്തേക്ക് എൻ്റെ പദവിയിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അതിനാൽ തന്നെ എനിക്കൊരു പിൻഗാമി വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എൻ്റെ മാന്ത്രിക ശക്തിയാൽ ഞാൻ കണ്ടെത്തിയ പിൻഗാമി നീയാണ്. അതിനാൽ തന്നെ ഇനി മുതൽ നന്മയെ രക്ഷിക്കാൻ വേണ്ടി നീ എൻ്റെ പാതയിൽ സഞ്ചരിക്കണം. അതൊന്നും പറ്റില്ല. കാരണം എനിക്ക് പഠിക്കാനുണ്ട്, എൻ്റെ ഫാമിലിയിൽ നിൽക്കണം. പിന്നെ ഞാൻ എങ്ങനെ നിന്റെ പ്രവൃത്തികൾ ചെയ്യും? അതിനൊക്കെ വഴിയുണ്ട്. നന്മ എപ്പോൾ വിളിക്കുന്നുവോ അപ്പോൾ മാത്രം നീ അവിടെ പ്രത്യക്ഷപ്പെട്ടാൽ മതി. നീന്ന് എനിക്ക് തെളിയുന്നത് പോലെ വർത്താനം പറയൂ. ശ്രമിക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ, നന്മയ്ക്ക് നിന്നെ ആവശ്യം വരുമ്പോഴൊക്കെ നീ അവിടെ എത്തിച്ചേരണം. അതെവിടെയാണെങ്കിൽ പോലും നീ അവിടെ എത്തിയിരിക്കണം. എനിക്കത് ചെയ്യാൻ പറ്റുമോ? ഞാൻ വെറും ഒരു സാധാരണ കുട്ടിയല്ലേ. എനിക്ക് നിന്നെ പോലെയുള്ള ഒരു സാധാരണ കുട്ടിയെയാണ് വേണ്ടത്. നിനക്കത് ചെയ്യാൻ സാധിക്കും. അതെനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. ഐ വിൽ ട്രൈ. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. നീ ഇപ്പൊ നടന്ന കാര്യങ്ങളൊന്നും ആരോടും പറയരുത്. അത് നീ എപ്പോഴും ഒരു സീക്രട്ടായി വെച്ചിരിക്കണം. അഥവാ നീ ഈ കാര്യങ്ങൾ മറ്റാരോടെങ്കിലും പറഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇതറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ശക്തികളെല്ലാം ഇല്ലാതായി പോകും. അത് കുറച്ച് പണിയായിട്ടുള്ള കാര്യമാണ്. അല്ല, നീ ഇപ്പൊ വർത്താനം പറയുന്നത് ഇവിടെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലോ? അത് കാണില്ല. നിനക്ക് മാത്രമാണ് എന്നെ കാണാൻ സാധിക്കുകയുള്ളൂ. അഥവാ ആരെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ അത് നിന്റെ കഴിവാണ്. നീ അതിനെ എങ്ങനെയെങ്കിലും തരണം ചെയ്യണം. ശരി, നിന്റെ പിൻഗാമിയായി ഇനി മുതൽ ഞാനുണ്ടാകും. അതാണ് എനിക്ക് വേണ്ടത്. എന്നാൽ ഞാൻ പോകട്ടെ. ബൈ. ശരി. എന്തൊക്കെയപ്പം നടന്നേ? ഒരു മാന്ത്രികൻ എന്നെ തേടി വന്നു. ഞാൻ അയാളുടെ പിൻഗാമിയാണെന്ന് പറഞ്ഞു. നന്മയെ രക്ഷിക്കാൻ വേണ്ടി എവിടെ വേണമെങ്കിലും ചെല്ലണമെന്ന് പറഞ്ഞു. എന്തായാലും അദ്ദേഹത്തിന് വാക്കുകൾ കേൾക്കാം. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ സമ്മതിച്ചു കഴിഞ്ഞില്ലേ.